ഹലോ മൈ ഗൈസ്, നിങ്ങൾ ഈ ആറ്റുവാള കൊണ്ട് മീൻകറി വെച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ അതുപോലെ. അതിനായി ആദ്യം നമ്മളൊരു മൺചട്ടി, കരിഞ്ചട്ടിയാണ് തോന്നുന്നുണ്ട് ഇതിന് പറയണത്. അപ്പോൾ ഈ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, വെള്ളം വറ്റിച്ചെടുക്കുക ആദ്യം. ചട്ടിയിലെ വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ മസ്റ്റാട്ടോ, എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. ഓക്കെ, അങ്ങനെ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടെടുക്കുക. ഉലുവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരട്ടെ. അയ്യോ, ഞാൻ ഒന്ന് വറുത്ത് വരട്ടെ എന്നാട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്നൊരു ബ്രൗൺ കളർ ആയാൽ മതി. അങ്ങനെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് അനുസരിച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അരിയരുത്, വല്ലാണ്ട് ചതക്കരുത്, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കുക. ചെറുതായിട്ട് മതി, 1-2 വട്ടമൊന്ന് ചതക്കുക, അത്ര മതി. എന്നിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുക. ഏതോ ഒരു യെല്ലോ കളർ, ഒരു മഞ്ഞ കളറൊക്കെ ആയി വന്നിട്ട് അങ്ങനെ ആയി വരുന്നത് വരെ, ഒരു ഗോൾഡൻ കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി അങ്ങനെ നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവാള, ഒന്ന് സവാള ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക, യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ചെറിയുള്ളിയും വലിയുള്ളിയും ഇതുപോലെ, ഞങ്ങൾ സവാളൊക്കെ വലിയുള്ളി എന്നാട്ടോ പറയാം. അങ്ങനെ സവാളയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മളെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലയുടെ രുചി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലാത്തവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത് ആഡ് ചെയ്യേണ്ടതാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഒന്നില്ലെങ്കിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ഇട്ടിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് കൊടുക്കുക. ചതയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും അംശങ്ങളുണ്ടാവും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഷ്ണം പോലെ. ഇതിപ്പോൾ നല്ല പേസ്റ്റ് അല്ലേ, അപ്പം ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടുതലായിട്ട് കിട്ടും. അപ്പം എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എപ്പോഴും പറയണ പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഈ മസാല എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇല്ലാണ്ട് മെയിനല്ല എന്നാലും മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് പറയുമ്പോൾ മല്ലിപ്പൊടി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഈ മുളക് പൊടി നിങ്ങൾ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളൊരു സ്പൂൺ ഇട്ട് കൊടുത്തേക്കണത് എന്താ വെച്ചാൽ ഈ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ്. നിങ്ങളുടെ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെന്താ വെച്ചാൽ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക, കൈ വിടരുത്. കൈ വിട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതുപോലെ വെച്ച് പോയി കഴിഞ്ഞാൽ കരിയും. ഇടയ്ക്ക് വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി ആ മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 വലിയ തക്കാളി ഇതുപോലെ കള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എന്താ എപ്പോഴും പറയണ പോലെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം.
ഈ ശരിക്കും ഇതിനൊക്കെ ഒരു കണക്ക് പറയണം. പക്ഷെ എന്താ അറിയോ, നിങ്ങൾ ഈ പുളി ഇഷ്ടമില്ലാത്തവർ, എരിവ് കുറവ് ഇഷ്ടമുള്ളവർ, എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർ, അങ്ങനെയുള്ളവരുണ്ടാവില്ലേ. അപ്പം നിങ്ങൾ പുളിയൊക്കെ നിങ്ങൾ ഇഷ്ടമനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഉമ്മ ആദ്യം ചെയ്തിരിക്കണത് പുളിവെള്ളം ആദ്യം നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് കുറേ നേരം വെള്ളത്തിൽ വെച്ചിട്ട് അതിങ്ങനെ ഒഴിപ്പിട്ട് ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാവട്ടം വീണ്ടും അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഒഴിപ്പിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരട്ടം ഒഴിച്ച് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ച് വീണ്ടും രണ്ടാവട്ടം ഓപ്പൺ ആക്കിയപ്പോഴായിട്ട് അതുപോലെ വറ്റി വന്നിക്കണേ. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വീണ്ടും തുറക്കുക കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ വെള്ളം പക്ക വറ്റിയിട്ടുണ്ടാവും. മൊത്തം വറ്റിയിട്ടുണ്ടാവില്ല, എന്നാലും കുറേയൊക്കെ വറ്റിയിട്ടുണ്ടാവും. അപ്പം വീണ്ടും എന്ത് ചെയ്യുക, പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞങ്ങൾ കൂടുതൽ പുളി ഉപയോഗിക്കുന്നവരാണ്, അതുകൊണ്ടാട്ടോ ഇത്ര തോന്നെ പുളി വയ്ക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ പുളിവെള്ളമാണ് ഫുള്ള് വയ്ക്കണത്. പക്ഷെ ഇത് 2-3 വട്ടം കഴുകിയിട്ട് എളുപ്പിട്ട് വയ്ക്കണതാട്ടോ. എളുപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കുഴച്ചിട്ട് അങ്ങനെ ഇട്ടാ. അപ്പം അങ്ങനെ കുറേ വട്ടതാ പുളിവെള്ളം ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് കണ്ട പുളിവെള്ളം തന്നെ ഞങ്ങൾ മെയിനാണത്. അപ്പം അങ്ങനെ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആറ്റുകാള. അതിന് മീനിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചുവെച്ചിട്ട് ഒരു 10 മിനിറ്റ് എങ്ങാനും അടച്ചുവെച്ച് വേവിച്ചിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ ഈ മീൻ ഉടഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം. ഞാൻ പറയുന്നത് അതല്ല, നമ്മളെ പല മീനിനും പലതരം വേവായിരിക്കും. ഈ ആറ്റുവാള നിങ്ങളവിടെ എന്താ പറയുക എനിക്കറിയില്ല. പക്ഷെ ഇത് അടച്ചിട്ട് 10 മിനിറ്റ് ഞങ്ങൾ വേവിച്ചിട്ടുള്ളൂ. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഉടയാതെ നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിട്ടെടുക്കണം. ഞങ്ങൾ ഉണ്ടാക്കിയാൽ ഉപ്പ് കുറവാണ്, അപ്പം അതിൽ ഉപ്പിട്ടെടുത്തുണ്ട്. അപ്പം നിങ്ങൾ രുചിച്ചിട്ട് ഉപ്പോ പുളിയോ അല്ലെങ്കിൽ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളിവിടെ മീൻകറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ അല്ലട്ടോ സാധാരണ മീൻകറി ഉണ്ടാക്കുക. ഇത് ആറ്റുവാള ആയതുകൊണ്ടാണ് ഇങ്ങനെ മീൻകറി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ചോറിൽക്ക് മാത്രം എന്ന് വിചാരിക്കരുത് കേട്ടോ. നല്ല മുരിഞ്ഞ അരിപ്പൊടിയിട്ട് ഉണ്ടാക്കിയ ദോശ ഉണ്ടല്ലോ, അതിലേക്ക് സാധനം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.